പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ ബാല്യം മുതൽ അറിയുന്ന വചനം. എന്നാലോചിച്ച് നോക്കിക്കേ, എന്നാ നല്ലൊരു കുടുംബമാണ്. മക്കളെ വചനം പഠിപ്പിക്കുന്ന കുടുംബം. നമ്മൾ സൺഡേ സ്കൂളിലേക്ക് തള്ളി വിട്ടിട്ട് നമ്മൾ കൈ കഴുകും. സ്തോത്രം. ഇതെവിടെ തുടങ്ങണം? 2.5 വയസ്സിലും 3 വയസ്സിലും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കണം വചനം. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ഇനി മലയാളം വഴങ്ങാത്തതുണ്ടെങ്കിൽ സ്തോത്രം, ദ ലോർഡ് ഈസ് മൈ ഷെപ്പർഡ് എന്നങ്ങ് പഠിപ്പിച്ചു പോരെ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇത് വളർന്നു LKG UKG പറയടാ എ, പറയടാ ബി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പിക്ചർ ബുക്ക്, പിന്നെ അതിനുള്ള സാധനങ്ങൾ, എങ്ങനെ ഇരിക്കണം ഷേപ്പിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, ഇതിനെയൊക്കെ മേടിച്ചുകൊണ്ട് വരും. എന്തിനാണെന്നറിയോ? ഇതിനെ പഠിപ്പിച്ച തലയെ കയറ്റാനാണ്. അതിനു മുമ്പായിട്ട് ആദ്യമേ ദൈവവചനം കയറ്റ. സ്തോത്രം. അപ്പം ഇവിടെ പറയുകയാണ് തിമോത്തിയോസിൻ്റെ ജീവിതത്തിൽ, സ്തോത്രം പറയാം, നീ ബാല്യം മുതൽ. ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്യണം? സ്തോത്രം, മക്കളെ ഉപദേശിക്കണം, മക്കളെ പഠിപ്പിക്കണം ദൈവത്തിൻ്റെ വചനം. സ്തോത്രം, ഹല്ലേലൂയ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ, നടക്കുന്ന വഴിയല്ല, നടക്കുന്ന വഴി പോക്ക. നടക്കേണ്ടുന്ന വഴിയുണ്ട്, രണ്ടും രണ്ടാ. നടക്കുന്ന വഴിയും നടക്കേണ്ടതായിട്ടുള്ള വഴിയും രണ്ടും രണ്ടാ. അപ്പം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അവൻ വിട്ടുമാറത്തില്ല. +2 വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ കിട്ടത്തുള്ളൂ. +2 കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. ആ പോകുന്ന പോക്കിൽ വചനവും അവരുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അവർ പോകത്തില്ല. സ്തോത്രം. അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മക്കളെ ഉപദേശിക്കണം. അപ്പം ഇവിടെ പറയുകയാണ്, നമ്മൾ വായിച്ച സ്തോത്രം, 1 അറിഞ്ഞത്, പഠിച്ചത്, നിശ്ചയം പ്രാപിച്ചത്, അതിൽ നിലനിൽക്കണം. സ്തോത്രം. അപ്പോൾ അറിഞ്ഞു, പഠിച്ചു, നിശ്ചയം പ്രാപിച്ചു, അതിലാണ് ഇരിക്കുന്നത്, അതിൽ നിലനിൽക്കണം.